ആ ബ്രോക്കർ പറഞ്ഞതേ ആ ഉള്ളു വഴി കയറിയിട്ട് മൂന്നാമത്തെ വീടെന്നാണ് പറഞ്ഞത്. ഭയങ്കര വലിയ വീടാണ്, കോടീശ്വരിയാണ്, ഒറ്റ മോളാണെന്നൊക്കെയാണ് പറഞ്ഞേക്കണത്. ഇതെങ്കിലും നടന്നാ മതിയായിരുന്നു. ഇതിപ്പോ ഈ മൂന്നാമത്തെ വീട് നോക്കിയിട്ട് കോഴിക്കോടിന്റെ അത്ര ഉള്ളോല. ഓ, നമ്മ പിന്നെ കൊട്ടാരത്തിലല്ല, നമ്മളെ എട്ടപ്പേരല്ലേ, ഒരു നിലയാണ് ഈ വീട്. കടപ്പുറത്ത് ദേഹത്ത് പുറത്ത് പൊങ്ങച്ചടിക്കാൻ നിൽക്കരട്ട. ഓ, അവൻ ഇപ്പൊ തുടങ്ങി പെണ്ണു വീട്ടാരെ പറയണ സഹിക്കണില്ലല്ല. എന്നൊരു കാര്യം ചെയ്യും, നീ അവിടെ നിന്നോ, ഞാൻ എന്റെ പണി നോക്കി പോണു, നീ എന്തേലാവും. എന്റെ ദൈവമേ, ഈ കല്യാണം നടന്നാ മതിയായിരുന്നു. അത് പെണ്ണല്ല എന്റെ. 50ാമത്തെ പെണ്ണ് കാണലാന്ന് പറഞ്ഞിട്ട് എന്താണ് കുഴപ്പം? നിനക്ക് അത്ര പ്രായമായിട്ടുണ്ടാ? ഈ ചിങ്ങത്തിലേക്ക് നിനക്ക് 39 വയസ്സായിട്ടുള്ളൂ. നമ്മുടെ വീട്ടിൽ വെച്ച് നോക്കുമ്പോ എല്ലാവരും 40-49 വയസ്സിലാണ് പെണ്ണ് കിട്ടിയേക്കുന്നത്. എനിക്ക് ഇപ്പോഴും പേടിയാണ്. ഒരു എട്ടും പൊട്ടും തിരിയാത്ത പൊട്ടനെ കൊണ്ട് പെണ്ണും കെട്ടിച്ച് എന്ത് കാണിക്കാനാണെന്നുള്ളത്. ഞാൻ കുടുംബത്തിൽ ജോലി എല്ലാവരോടും പറഞ്ഞേക്കണം, നിനക്ക് ബെൻസ് കാറും അതും ഇതൊക്കെ ഉണ്ടെന്നാണ്. ഞാൻ പണിയെടുത്ത് നിന്നെ നോക്കണ്ട, നിന്നെ പെണ്ണിനെ നോക്കേണ്ട അവസ്ഥയാണ്. അത് നടക്കുങ്ങാട്. ഏത് പെണ്ണെ കണ്ടല്ല അമ്മ കുറ്റം പറയും. മുടിയില്ല, നിറവില്ല, പൊക്കില്ല, എന്തൊക്കെയാണ് അങ്ങനെയല്ലേ കല്യാണം മുടങ്ങണത്. പിന്നെ ഞാൻ കുറ്റം പറയും? എനിക്ക് ആയുള്ള മോനല്ലേ നീ. അപ്പൊ നീ നല്ല പെണ്ണിനെ കല്യാണം കഴിക്കണം. അതുപോലെ തന്നെ നീ കോടീശ്വരനെ കല്യാണം കഴിക്കണം. എന്നിട്ട് വേണം ഈ അമ്മക്ക് നിന്റെ ഒപ്പം വന്ന് താമസിക്കാൻ. നിന്നെ അങ്ങാട് കെട്ടിച്ചിടാനാണ് അമ്മക്ക് ആഗ്രഹം. കാരണം നമ്മുടെ വീട് നല്ല കൊട്ടാരമുള്ള, അത് അമ്മ കോടീശ്വരിയാണ്. എന്നിട്ട് വേണം അമ്മയ്ക്ക് നിന്റെ ഒപ്പം വന്ന് താമസിക്കാനായിട്ട്. പിന്നെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അവിടെ പോയിട്ട് വെറുതെ കൊണാന്ന് പറഞ്ഞ് ചിലക്കരുതിട്ടാ. കഴിഞ്ഞ കല്യാണത്തിന് പോയിട്ട് ഉള്ള മന്നബുദ്ധിത്തരെ എഴുന്നള്ളിപ്പിച്ച് അവിടെ കണ്ട കായവർത്തതും മിച്ചറും ഒക്കെ വലിച്ചു വാരി തിന്ന് ആ പെണ്ണ് പേര് വെച്ചപ്പോ ഇങ്ങനെ ഇട്ട് കാണിച്ച പോലെ ഇങ്ങനെ കാണിക്കരുതിട്ടാ. നീ മിണ്ടണ്ട, അമ്മ മിണ്ടിക്കോളാം. ഇതെങ്കിലും എങ്ങനെയും നടത്തണം. ആ ഹലോ, ഒരു 11 മണിയാകുമ്പോഴൊന്നും പറയണ്ടായിരുന്നു. ഞാൻ നോക്കിക്കണേ, ഫ്രണ്ട് തന്നെ ഉണ്ട്, വീടിന്റെ ഫ്രണ്ട് തന്നെ ഉണ്ട്. ടി വി ഇടം തോന്നണ്ടമ്മേ. കാരണത്തെ വടി പോലെ നിക്കണ്ടാവട്ടാ. നീ ഡീസന്റ് ആയിട്ട് നടക്കട്ടാ. ഇതെങ്കിലും നടന്നു. വരൂ കേറിയിരിക്കും. ഞാൻ കൊറേ നേരമായി നോക്കിയിരിക്കണം. നടന്നണ. ഞങ്ങള് കാറിനാണ് വന്നത്. അപ്പൊ അതേ ബ്രോക്കർ പറഞ്ഞിരുന്നു ഇങ്ങോട്ട് കേറിയിട്ടുണ്ടെങ്കിൽ കാറിൽ ഇരിക്കാൻ പറ്റില്ലെന്ന്. ബേനസ് കാറിനാണ് വന്നത്. കാറന്നെ പഠിപ്പിക്കണ്ട എനിക്കറിയാം. ഇരിക്കാം. വീട്ടുകാരൊക്കെ എന്ത് എല്ലാരും വിളിക്ക്, പരിചയപ്പെടാല. സിന്ധു അവരെ വന്നിട്ടാ വാ. എനിക്ക് ഇഷ്ടായി. ഞാനല്ല പെണ്ണ്, ഞാൻ പെണ്ണിന്റെ അമ്മയാണ്. ഞാൻ അമേരിക്കയിലായിരുന്നു. ഇപ്പൊ 2 ആഴ്ചത്തെ ലീവിന് വന്നതാ. അപ്പൊ മോളുടെ കല്യാണം എന്തായാലും വേഗം നടത്താന്ന് വിചാരിച്ചു. കഴിഞ്ഞ തവണ ഇങ്ങനെ പറഞ്ഞിട്ടേ ആ പെണ്ണിന്റെ തള്ളയുടെ കയ്യിൽ നിന്ന് അടിയുള്ള പാടിട്ടുണ്ടല്ലോ. നടന്നാ മതി. വെറുതെ തമാശ പറഞ്ഞതാ. ഇതാണല്ലേ മോൻ? ആ മോൻ എന്നിട്ട് ജോലിയാ എന്റെ മോനായോണ്ട് പറയല്ലോ. എന്ത് ജോലി വേണമെങ്കിലും ചെയ്തോളും. ഒരു പാവോ. നിങ്ങൾ ആ മോളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പൊന്നു പോലെ നോക്കും. അതല്ലാണ്ട് ഇവ കുറെ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അവിടെ ആരോട് ചോദിച്ചാലും നല്ല അഭിപ്രായം അതിനെ കുറിച്ച്, അല്ലേടാ? അതെ, അവിടെ കുളിക്കുന്ന കാര്യം ആർക്കറിയാൻ വേണ്ടി അത് ഞാൻ കണ്ടുപിടിച്ചത്. കുളിസ്ഥലല്ല, അതേ രമണിയുടെ വീട്ടിലെ കുളിമൂടില് വലിയൊരു ചെരുവുണ്ടേ. അത് കള്ളം കേട്ടുണ്ട്. ഇവനാണ് ഒളിഞ്ഞിരുന്നത് കള്ളനെ കണ്ടുപിടിച്ചത്. അതിരിക്കട്ടെ, മോൻ എത്ര വരെ പഠിച്ച്? ശരിക്കും പറഞ്ഞ ഡിഗ്രി പഠിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നതാ. പക്ഷെ 10ൽ തോറ്റാൽ പിന്നെ ഡിഗ്രിക്ക് എടുക്കൂലെന്ന് പറഞ്ഞു. അതെ, ഇവന് 10ാം ക്ലാസ്സിലെ പരീക്ഷയുടെ അന്ന് ഒരു ചുമ പിടിച്ച്. പിന്നെ കൊച്ചു ചുമച്ചിരുന്നിട്ട് അവന് പഠിക്കാൻ പറ്റണ്ടായില്ല. അങ്ങനെ തോറ്റതാ. പഠിക്കാനൊക്കെ മിടുക്കനാണ്. പിന്നെ ഇവൻ പറഞ്ഞു ഞാൻ പഠിച്ചോളാൻ പറഞ്ഞു. ഒരുപാട് പൈസ ഉള്ള അപ്പൊ ഇവൻ പറഞ്ഞു ഇവന് ബിസിനസ് തന്നെ ചെയ്യണം. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നത്തെ കാലത്ത് ഡിഗ്രി ഒക്കെ പഠിച്ചിട്ട് എന്ത് കിട്ടാനാണ്? ഒരു ബിസിനസ് ഒക്കെ നടത്തിയ പിന്നെ നമുക്ക് നല്ല പൈസ ഉണ്ടാക്കാല. അതുകൊണ്ടാണ് മോൻ കാറ് ബെൻസ് കാണിച്ചത്. ചേട്ടാ, നമുക്ക് മോളെ വിളിക്കാം. മോളെ വിളിച്ചോ. ഞങ്ങൾക്ക് അതേ പോയിട്ട് കുറച്ച് ദുരിതമുണ്ടായിരുന്നു. എങ്ങനെ പുതിയൊരു കാർ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എടുക്കാൻ വേണ്ടി പോകണം ഞങ്ങൾക്ക്. വിളിച്ചോ. എനിക്ക് ഇഷ്ടം.
നല്ല രീതിയിൽ ഭക്ഷണം പിടിക്കാം. ആണോ? ഇതാണ് എന്റെ ഒരേ ഒരു മോള്. ആ കൊറേ മുടിയൊക്കെ ഉണ്ടല്ല. ആ ഇവനാണെന്നുണ്ടെങ്കിലേ മുടിയുള്ള പെണ്ണിനെ തന്നെ വേണം. കാരണം എനിക്കാണെങ്കിൽ കുറച്ച് മുടിയുള്ളൂ. അപ്പൊ ഇവന് ഭയങ്കര ആഗ്രഹമാണ് കെട്ടണമെങ്കിൽ നല്ല നല്ല മുടിയാണ്. മുടിയാണ്. ആ ഓ ഞാൻ കോളേജിലേക്ക് പഠിക്കുമ്പോ കാണണല്ലോ. പിന്നെ മുടിനെ കുറിച്ച് പറയാൻ അഭിപ്രായം ഉണ്ടായുള്ളൂ. അന്ന് കുറേ മുടി ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് നന്നായിട്ട് മുടിയുള്ളതാ. അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നെ അമ്മ ഞാൻ പറഞ്ഞില്ല അമേരിക്കയിലാണെന്ന് പറഞ്ഞല്ല. പിന്നെ അവിടെ ചെന്നപ്പോ അമ്മയൊക്കെ ഇങ്ങനെ വെട്ടി. അപ്പൊ ആഗ്രഹം വളരെ നോക്കും. നല്ല മുടിയൊക്കെ ഉണ്ടല്ലോ അല്ലേടാ? ഇതിപ്പോ ഞാൻ വെട്ടി കളഞ്ഞതാ. ഒരുപാടുണ്ടായിരുന്നു. ഇത്രയും മുടി ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ നോക്കാൻ ആർക്കാ ടൈം? നമുക്ക് പഠിക്കണ കൊറേ ഉണ്ടാവൂല. എന്റെ പേര് ഉണ്ണിയാണ് കേട്ടാ. എല്ലാരും ഉണ്ണിക്കുള്ളതാണ് വിളിക്കണേ. താൻ എന്നെ ഉണ്ണിയേട്ടാന്ന് വിളിച്ചാ. മോനെ സംസാരിക്കണ്ട. അതിന്റെ ആവശ്യമൊന്നുമില്ല. അവൻ ഭയങ്കര നാണക്കാരൻ. അവൻ അങ്ങനെ സംസാരിക്കാനൊന്നും എനിക്ക് ഉണ്ടാവില്ല. സംസാരിക്കണം. ഞാൻ പോയി സംസാരിക്കട്ടെ. എനിക്ക് സംസാരിക്കണം. അവനും സംസാരിക്കാനില്ല. എനിക്ക് മോളോടൊന്നും സംസാരിക്കണം കേട്ടാ. അല്ലെങ്കിൽ പിന്നെ ഇവർക്ക് എന്നിട്ടാണ് സംസാരിക്കാനുള്ളത്. കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കൊറേ സംസാരിക്കാനുണ്ടല്ലോ. അതേ മോന് ഇവിടെ ഇരിക്കട്ടെ. എന്നിട്ട് ആ ബിസ്ക്കറ്റ് ഒക്കെ എടുത്ത് തിന്നിങ്ങനെ ഇരുന്നു. പിന്നൊരു കാര്യമുണ്ട്. അന്നത്തെ പോലെ വലിച്ചു വാരി തിന്നിട്ട് എന്തൊക്കെ എറിഞ്ഞിട്ട് കൊടുക്കുന്നു. ഒന്നുമില്ല. ഒരു ഉപദേശം കൊടുത്തതാണ്. എന്റെ ഉപദേശമാണെങ്കിൽ ഇവര് ഭയങ്കര ഇഷ്ടം. അമ്മേ മോള് ഇവിടെ നിൽക്കുന്ന ഞാൻ വിചാരിച്ച റൂമിലൊക്കെ പോയി നോക്കി ഞാൻ അവിടെ ഇരിക്കുന്നു വിചാരിച്ചിട്ട്. ചേട്ടൻ എന്തിയപ്പാ? അവൻ വന്നില്ല. ഞാൻ പറഞ്ഞില്ല അവൻ ഭയങ്കര നാണക്കാരനാണ്. അതുകൊണ്ട് അമ്മേനോട് പോയി സംസാരിക്കാൻ പറഞ്ഞു. അവനിപ്പൊ കല്യാണം കഴിഞ്ഞിട്ടും സംസാരിക്കാലാ. അമ്മയ്ക്ക് എന്നിട്ട് അറിയണ്ടേ ചോദിച്ചോ? എനിക്ക് മോളോടൊന്നും ചോദിക്കാനില്ല. എനിക്ക് മോളെ കണ്ടപ്പോ തന്നെ ഒരു സംശയം മാത്രമേ ഉണ്ടായുള്ളൂ. ഈ മുടി മോളുടെ ഒറിജിനലാണോ? അമ്മ നോക്കട്ടെ കേട്ടാ. ഒറിജിനൽ മുടിയാണ്. ഈ വെപ്പുമുടി വെച്ചിട്ടാണ് എന്റെ മോനെ പറ്റിക്കാൻ അവളുടെ പാരമ്പര്യ മുടി. ഈശ്വര, എന്റെ വെപ്പുമുടി പോയല്ല. ഞാനിനി എങ്ങനെ പുറത്തിറങ്ങി നടക്കും? എടാ പൊട്ടാ, എന്താണെന്നാ ഇത് തന്നെ കാര്യം. വെപ്പുമുടിയാടാ വെപ്പുമുടി. എനിക്ക് നിങ്ങളെ മോളെ കണ്ടപ്പോ തന്നെ മനസ്സിലായാണ് അത് ഒറിജിനൽ മുടിയല്ലാന്ന്. അവൾ ഇങ്ങോട്ട് വന്നിട്ട് ആ മുടിയിട്ട് അങ്ങോട്ട് ആട്ടണ കണ്ടപ്പോ തന്നെ എനിക്കറിയാം വെപ്പുമുടി ഏതാണ് ഒറിജിനൽ മുടിയെന്ന് കേട്ടാ. കൊറേ നാള് ഞാനൊന്നും വെച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് വെക്കണ ആളെ കണ്ടാൽ തന്നെ തിരിച്ചറിയും. വാടാ, എനിക്ക് നിനക്കല്ലേ വെപ്പുമുടി പറ്റാത്തത്? ഒറിജിനൽ മുടി തന്നെ വേണ്ടേ? ഇത്രയും മുടി വേണ്ടേ? ഇത് നടക്കൂല. ആ പെണ്ണിന് ഇത്രയും മുടിയുള്ള പൂച്ചവാല് പോലെ. വാ, നമുക്ക് പോവാം. അപ്പൊ എന്റെ ഈ കല്യാണം മുടങ്ങി. ശുഭം.